ദേവികുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ സ്ഥല കയ്യേറ്റം ഇപ്പോഴും തുടരുന്നു. 15 ഏക്കർ ഭൂമി ഉണ്ടായിരുന്ന ഈ ആശുപത്രിക്ക് ഇപ്പോൾ 3 ഏക്കറായി ചുരുങ്ങി. നിരവധി പരാതികൾ മേലുദ്യോഗസ്ഥർക്ക് നൽകിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടുകൂടിയാണ് സ്ഥലം കയ്യേറ്റം എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ദേവികുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള 15 ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ കയ്യേറ്റക്കാർ കൈയടക്കിയിരിക്കുന്നത്. 2002 മുതൽ കയ്യേറ്റക്കാർ ഈ ഭൂമി സ്വന്തമാക്കി കഴിഞ്ഞു. ഇതേക്കുറിച്ച് പലതവണ മേലുദ്യോഗസ്ഥർക്ക് പരാതികൾ നൽകിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. നാളിതുവരെ നൽകിയ പരാതികളുടെ ഫയലുകൾ ഈ അലമാരയ്ക്കുള്ളിൽ കുന്നുകൂടിയിരിക്കുകയാണ്. നിലവിൽ ഇവിടെ ചാർജുള്ള മെഡിക്കൽ ഓഫീസർ കയ്യേറ്റത്തിനെതിരെ വീണ്ടും പോരാട്ട രംഗത്താണ്. ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായില്ലെങ്കിലും സത്യാവസ്ഥ ഈ ഡോക്ടർ തുറന്നു പറഞ്ഞു. അപ്പൊ ഈ മേഡം ഈ കയ്യേറി എന്ന് പറഞ്ഞ കളക്ടർ റിപ്പോർട്ട് കൊടുത്തിട്ട് യാതൊരു ഫലം ഉണ്ടായില്ലല്ലോ. എങ്ങനെ ലെറ്റർ അവിടെ എത്തിയോന്ന് അറിയാം. ഇത് പക്ഷേ ഈ ഫയലുകൾക്ക് പ്രയോജനം ഉണ്ടായിരുന്നു. കളക്ടർ ഓർഡർ ഇട്ടു റീസർവേ ചെയ്യാൻ വേണ്ടി. ഓർഡർ ഇട്ടിട്ടും സർവേ നടക്കാത്തതുകൊണ്ട് വീണ്ടും പേപ്പർ പോയി വീണ്ടും പറഞ്ഞു. കളക്ടർ തന്നെ വീണ്ടും ഓർഡർ ഇട്ടു സ്ട്രിക്റ്റ് ആയിട്ട് ഇതിന് നടപടി എടുക്കും, അതായത് സർവേ നടത്തിയില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടൊരു സർവേ നടന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വന്ന ശേഷം ഒരു സർവേ നടന്നു. ഓരോ സർവേക്കും സ്ഥലം കുറയുന്നതല്ലാണ്ട് കൂടുന്നില്ല. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇവിടെ തുടങ്ങുമ്പോൾ 15 ഏക്കർ ഭൂമിയായിരുന്നു സ്വന്തമായി ഉണ്ടായിരുന്നത്. എന്നാൽ അടുത്ത നാൾ സർവേ നടത്തിയപ്പോഴാണ് 3 ഏക്കറിൽ ഇത് ഒതുങ്ങിയതായി കാണപ്പെട്ടത്. 5 പഞ്ചായത്തിൽ നിന്നുമായി 1000-ഓളം കുടുംബങ്ങൾക്ക് ഏക ആശ്രയമാണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഒട്ടനവധി പരാതികൾ നൽകിയെങ്കിലും യാതൊരുവിധ ഫലവും ഉണ്ടായിട്ടില്ല. ഭൂമാഫിയയിൽ നിന്നും ആശുപത്രിയെ രക്ഷിച്ചില്ലെങ്കിൽ ഈ ആശുപത്രി തന്നെ ഇല്ലാതാകും. ദേവികുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും VS ഹൈദരലി, റിപ്പോർട്ടർ.